നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളെ നീ വിട്. നാളെ നിന്റെ കല്യാണമാണ്, അത് നീ മറന്നോ? ഇല്ല, ശ്രേയയെ പിരിയാൻ എനിക്ക് പറ്റില്ല. എന്റെ കുഞ്ഞവളുടെ ഒരക്ഷരം നീ മിണ്ടരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോണം. വിശ്വേട്ടനൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. അവര് വന്ന പിന്നെ അവര് ശ്രേയെ വച്ചേക്കില്ല. ഞാൻ വിടില്ല. പോടാ ഇങ്ങോട്ട്. ചേച്ചി വിടാൻ. ഇങ്ങോട്ട് പോടാ. അയ്യോ ശ്രേയ, 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 ശ്രേയ. പവി, ശ്രേയ, 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 ശ്രേയ. എന്നെ പിരിയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ കൊലയ്ക്ക് കൊടുത്തല്ലേ. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റാത്ത നിങ്ങൾ ഒരാളാണോ? എന്റെ അവസാന ശ്വാസത്തിൽ പോലും നിങ്ങൾ ഞാൻ വെറുക്കുന്നു. ശ്രേയ, 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 ശ്രേയ. പവി, വിശ്വേട്ടന്റെ ആൾക്കാര് വരുന്നുണ്ട്. അവര് നിന്നെ വച്ചേക്കില്ല. നീ വാ. അവരുടെ കൂട്ടത്തിൽ കൃഷ്ണനും ഉണ്ട്. നീ വേഗം വാ. അയ്യോ, എടാ വരാൻ. എന്റെ ജീവിതം നശിപ്പിച്ച സുമംഗല ചേച്ചിയോട് എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചോരയുടെ മണമുള്ള മരുവത്തൂരിലെ ആ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് എനിക്കെൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കണം. നാട്ടുകാരുടെ മുന്നിൽ തങ്കവിഗ്രഹം കട്ട കള്ളനായി മാറിയ അച്ഛൻ്റെ ഉണങ്ങിപ്പിടിച്ച കണ്ണീര് ഒന്നും ഞാൻ മറന്നിട്ടില്ല. പൊന്നമത്തെ നിലവറയിലെ ശിവന്റെ വിഗ്രഹം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് കട്ടെടുത്ത് വിറ്റത് വിശ്വേട്ടനാണ്. അതിൻ്റെ പുറത്താണ് അയാൾ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പടുത്തുയർത്തിയത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ പൊന്നമ്പത്തിൻ്റെ കഥ ഓർമ്മപ്പെടുത്താനാ ഞാൻ തുടങ്ങിയ കമ്പനികൾക്കെല്ലാം ആ പേര് തന്നെ കൊടുത്തത്. പൊന്നമത്ത് തറവാട് ഞാൻ തിരിച്ചു പിടിച്ചു. അതെൻ്റെ വാശിയായിരുന്നു. നിലവറയിലെ വിഗ്രഹവും ഞാൻ അവിടെ തിരിച്ചു കൊണ്ട് പ്രതിഷ്ഠിക്കും. മരുവത്തൂരിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിയർപ്പ് വീണ പൊന്നമത്ത് തറവാടിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടിയാ ഇനി ഈ പവിത്രൻ്റെ ജീവിതം. നോക്കിക്കോ, ഈ മരുവത്തൂരിൻ്റെ അസ്ഥിവാരം തോണ്ടി അതിൽ പൊന്നമത്തിൻ്റെ പുതിയ അടിക്കല്ല് പണിയും ഞാൻ. ഒരു ഗർഭിണിയെ കൊന്നതിന്റെ പാപമാ മോളെ. മരുവത്തൂരിലെ സന്തതി ദോഷത്തിന് കാരണം അതാ. എന്റെ മോന് കുട്ടികൾ ഉണ്ടാവാത്തത്. ഒരിക്കൽ നീ ചോദിച്ചില്ലേ, ഉറക്ക ഗുളിക കഴിക്കാതെ അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയില്ലേ എന്ന്? ഇല്ല മോളെ,
കഥയിലെ യഥാർത്ഥ വില്ലൻ പവിയങ്കളാണോ അതോ അമ്മയോ? പവിത്രന് പിന്നെ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു ഗിരിജയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ. വിശ്വേട്ടനും ഞാനും ഒരുപോലെ നിർബന്ധിച്ചിട്ടാ ഗിരിജയുമായിട്ടുള്ള അവന്റെ വിവാഹം നടന്നത്. ഗിരിജയുമായിട്ട് എന്നും വഴക്കായിരുന്നു. ഗിരിജയ്ക്ക് ഈ കഥകളൊന്നും അറിയില്ല. ഗിരിജ അവന് മനസ്സമാധാനം കൊടുത്തില്ല. ദർശന ഇനി ശ്രേയയുടെ പിന്നാലെ പോകാൻ പാടില്ല. ചേച്ചിയോട് തീർത്ത് പറയണം. പറഞ്ഞേ പറ്റൂ. പണം പണം ആ ഒരു വിചാരമേ ഗിരിജയ്ക്കുണ്ടായിരുന്നുള്ളൂ. പവിത്രനെ പല തെറ്റുകളിലേക്ക് നയിച്ചത് ഒരുപക്ഷെ ഗിരിജയുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും. അവൻ അത്രയേറെ ശ്രേയയെ ഇഷ്ടപ്പെട്ടിരുന്നു. ശ്രേയയാണെങ്കിൽ പവിത്രന്റെ കുടുംബത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്നവളും. യഥാർത്ഥത്തിൽ അവര് വലിയ കാശുകാരൊന്നും ആയിരുന്നില്ല. സിംഗപ്പൂർ വ്യവസായിയുടെ സ്വത്ത് നോക്കി നടത്തുന്ന കാവൽക്കാരനായിരുന്നു പവിത്രന്റെ അച്ഛൻ. അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നതുകൊണ്ട് ആ തറവാട്ടിൽ തന്നെ താമസിച്ചോളാൻ പറഞ്ഞു. അവിടെ വെച്ചാ ചേച്ചി എല്ലാ കഥകളും ഇവളോട് പറഞ്ഞു അല്ലേ? നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ചേച്ചി തെറ്റിച്ചു. ദർശന പൊയ്ക്കുള്ളൂ. പോവാൻ വരട്ടെ. അങ്ങനെ മൂടിവെക്കപ്പെട്ട സത്യം ദർശന അറിഞ്ഞ സ്ഥിതിക്ക് അതിന് പുറം ലോകം അറിയാതിരിക്കണമെങ്കിൽ വേണ്ട പവിത്ര, എല്ലാം പറഞ്ഞത് ഞാനല്ലേ. എന്നെ വേണമെങ്കിൽ ശിക്ഷിച്ചോളൂ. അവളെ വിട്ടേക്ക്. എങ്ങനെ വിടാൻ പറ്റും? ഇവളെല്ലാം അറിഞ്ഞു പോയില്ലേ? പവി വേണ്ട. സാറിന്റെ ലവ് സ്റ്റോറി അറിയാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ സാറിന്റെ പഴയ കാലം തേടിപ്പോയത്. മരുവത്തൂരിനെ മൂടിയിരിക്കുന്ന ദോഷം കണ്ടെത്തി അത് പരിഹരിക്കാന്. ഇത്രയും കാലമായിട്ട് എന്നെ അറിഞ്ഞുകൊണ്ട് പറ്റിച്ചത് ദർശനം മാത്രമല്ല, അമ്മയും എന്നിൽ നിന്ന് നിൽക്കാലോ അത്രയും ഇത് മറച്ചു വെച്ചില്ലേ? എന്തിനാ ഇത്രയും വലിയ രഹസ്യങ്ങളൊക്കെ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത്? കുടുംബ രഹസ്യമോ അമ്മയുടെ സ്വന്തം സ്വകാര്യമോ എന്തോ ആയിക്കോട്ടെ, സ്വന്തം മോനോട് പോലും പറയാത്ത കാര്യങ്ങൾ എന്തിനാ ദർശനോട് പറഞ്ഞു? അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ നിൽക്കുന്നവളല്ലേ. ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിരിക്കും അമ്മയും ദർശനയും അന്ന് സർപ്പക്കാവിലേക്ക് പോയത്. ദർശന എന്തിനാ ഈ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാ അവളായിട്ടുണ്ടാക്കുന്നത്? പവിയങ്കളിനെ തല്ലി താഴെ ഇടുവരെ ചെയ്തിട്ടും അമ്മ ദർശനയ്ക്കെതിരെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ലല്ലോ.